അപ്പോൾ നമ്മുടെ ബസ് സിമുലേറ്റർ ഇന്ത്യയിൽ കുറച്ച് അപ്ഡേറ്റുകൾ വന്നതുകൊണ്ട് ഞാൻ കുറച്ച് കമൻറ്റുകൾ ഉണ്ടായിരുന്നു. അതായത് ആദ്യം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ അതിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. മോഡ് കയറ്റുമ്പോൾ സൗണ്ട് വരുന്നില്ല, സ്പീഡില്ല, അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ സോൾവ് ആയെന്ന് അറിയാൻ വേണ്ടി പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ എന്തൊക്കെയാണ് സോൾവ് ആയത്, അപ്പോൾ എന്തൊക്കെയാണ് പുതിയ സംഭവങ്ങളൊക്കെ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കാണിച്ചു തരാം. ആ വീഡിയോയിൽ കിടക്കുന്ന ചാനൽ ആദ്യം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ നോട്ടിഫിക്കേഷൻ വിളിക്കുക. അങ്ങനെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് ബസ് സിമുലേറ്റർ ഇന്ത്യ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യട്ടെ. പിന്നെ ആദ്യമായിട്ട് നിങ്ങൾ മോഡ് കയറ്റണമെങ്കിൽ ജസ്റ്റ് ആ മോഡിൻ്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു സ്റ്റോറേജ് ലൊക്കേഷൻ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ മോഡ് കറക്റ്റ് വരുള്ളൂ. അത് വേണ്ടി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ ഇങ്ങനെ പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നും കാണുന്നില്ല. 58,000 രൂപയുണ്ട് നമ്മുടെ കയ്യിൽ. അപ്പോൾ ജസ്റ്റ് ഇവിടെ മോഡ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ചൂസ് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു ലൊക്കേഷൻ യൂസ് ദിസ് ഫോൾഡർ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക, എലോ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ മോഡ് കയറ്റിയേ കാണുള്ളൂ. അത് ഈ ഗെയിം എന്നല്ല, ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ ഏത് ഗെയിം ആയാലും അങ്ങനെയാണ്. അപ്പോൾ എന്തായാലും ഞാൻ ജസ്റ്റ് ഇപ്പോൾ മോഡ് വണ്ടിയിൽ കിടക്കുന്നുണ്ടോ, ഏതായാലും ഒരു വണ്ടീൻ്റെ നോക്കട്ടെ, ഗ്യാരേജിലൊന്ന് പോയി നോക്കട്ടെ. അതെ, സാൻഡ്രോ എടുക്കുന്നുണ്ട്. നമ്മുടെ സാൻഡ്രോ ആണ് ഞാൻ വാങ്ങിച്ച കാർ. ഇപ്പോഴത്തെ എൻ്റെ സെയിം ഈ കളറല്ല എൻ്റെ കയ്യിലുള്ള വണ്ടി, മെറൂൺ കളറാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഇന്നലെ ഇട്ടുണ്ടായി, അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ അതിന് മുമ്പ് വാങ്ങണേ മുമ്പ് ഞാൻ അത് കയറ്റി വെച്ചതാണ് ഇതിൽ ബസ് സിമുലേറ്ററിൽ. അപ്പോൾ എന്തായാലും നമുക്ക് ഇപ്പോൾ ഏതാ ഓടിച്ച് നോക്കാം, ബസ് ഓടിക്കണോ, ഇത് മോഡല്ലേ, അപ്പോൾ ഇത് ഓടിച്ച് നോക്കാം സൗണ്ട് ഉണ്ടോ എന്ന് അറിയാമല്ലോ. അപ്പോൾ ഇതിൽ സൗണ്ട് സെറ്റായി നോക്കട്ടെ. ജസ്റ്റ് ഇത് ഇൻറ്റീരിയർ വ്യൂ ഇടാം. അതിനുശേഷം സൗണ്ട് ഫുള്ളാക്കിയിട്ടൊന്ന് ഓടിച്ച് നോക്കാം. അപ്പോൾ നമ്മുടെ സൗണ്ടൊക്കെ റെഡി ആയിട്ടുണ്ട്, സൗണ്ടൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഈ ബസ്സിൻ്റെ സൗണ്ട് അത്ര രസമല്ല, എനിക്കിഷ്ടമായില്ല വലിയ. അതുകൊണ്ട് വല്ല സൗണ്ടുള്ള വല്ല കാറിൻ്റെ മോഡൊന്ന് കയറ്റിയിട്ട് നോക്കട്ടെ. അപ്പം മോഡ് കയറ്റുന്നത് വണ്ടികൾക്ക് സൗണ്ടില്ല എന്നുള്ള സംഭവമുണ്ട്. അപ്പോൾ അത് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ വേറൊരു വണ്ടി കയറ്റിയതാണ്. ഇപ്പോൾ ഇതൊരു മസ്താങ്കാണ്, കാണിച്ചു തരാം. ഇതാകുമ്പോൾ അത്യാവശ്യം നല്ല സൗണ്ട് ഉണ്ടാവും. അപ്പോൾ എന്തായാലും നമുക്ക് ഫുൾ വോളിയം ഇട്ടിട്ട് ഒന്ന് ഓടിച്ച് നോക്കാം. ഇൻറ്റീരിയർ വ്യൂ ഇടാം. ജസ്റ്റ് ഇപ്പോൾ ഒന്ന് വണ്ടി ഓഫ് ചെയ്തിടാം. അതിനുശേഷം സൗണ്ട് ഫുള്ളാക്കാം. അപ്പോൾ ആ ഒരു ഇഷ്യൂ അവർ സോൾവ് ആക്കിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ സൗണ്ടൊക്കെ അടിപൊളിയായിട്ടുണ്ട്. മോഡ് കയറ്റുമ്പോഴൊക്കെ നല്ല സൗണ്ട് ഉണ്ട്. പിന്നെ സ്പീഡും മോഡ് കയറ്റുമ്പോൾ സ്പീഡില്ല എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പേര് പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊക്കെ റെഡി ആയിട്ട് പുതിയ അപ്ഡേറ്റിലാന്ന് തോന്നുന്നു. ഇപ്പോൾ നമ്മളിപ്പോൾ 140 കയറിയത് മസ്താങ്കിൽ. അപ്പോൾ അങ്ങനെ അടിപൊളിയായിട്ട് അങ്ങനെ ബാക്കി ഫുള്ള് പരിപാടികൾ അടിപൊളിയായിട്ട്. അപ്പോൾ ഗെയിമിൽ മോഡ്, സൗണ്ട്, അതേപോലെ സ്പീഡ് പരിപാടികളൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി വേറെ എന്തെങ്കിലും അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ താഴത്ത് കമൻറ്റ് ചെയ്യാം. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ.